നേർമൊഴി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർമൊഴിയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് സംരംഭകനായ രാകേഷ് രാജീവാണ്. അദ്ദേഹത്തോടൊപ്പം മനീഷ് MP. സ്പോർട്സ് സ്റ്റൈൽ സംരംഭകത്വം പിന്നെ മലയാളി മനക്കരുത്തും സമന്വയിക്കുന്ന ഒരു കവിതയാണ് ഇന്ന് നേർമൊഴിയിൽ നമുക്ക് പറയാനുള്ളത്. ഒരു സ്റ്റാർട്ടപ്പ് ആശയം ഇന്ത്യയുടെ ആക്റ്റീവ് വെയർ മേഖലയിൽ അതിവേഗം വളരുന്ന ഒരു പേരായി മാറുന്നത് അങ്ങനെയുള്ളൊരു കഥ. അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ഒരിക്കലും ട്രാക്കിലും ഫീൽഡിലും മാത്രമല്ല, ഫാൻ കൾച്ചറിൻ്റെയും സ്പോർട്സ് പാർട്ണർഷിപ്പിൻ്റെയും ലോകത്തും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ അതിഥി ഹൈവ് സ്പോർട്സ് വെയറിൻ്റെ സ്ഥാപകനായ ശ്രീ രാകേഷ് രാജീവാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. രാജ്യത്തുടനീളമുള്ള അത്ലറ്റുകളുടെയും ഫിറ്റ്നസ് പ്രേമികളുടെയും മാത്രമല്ല കായിക ആരാധകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു തദ്ദേശീയ ബ്രാൻഡിൻ്റെ സ്ഥാപകൻ ആണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ രാകേഷ് രാജീവ്. ഇപ്പോൾ താങ്കൾ വാർത്തയിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു IPL ടീമിൻ്റെ ഔദ്യോഗിക സ്പോർട്സ് വെയർ പാർട്ട്ണറായി എന്ന ഒരു വാർത്ത കൊണ്ടാണ്. നമുക്ക് ഈ സംരംഭത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ എന്താണ് ഈ ഔദ്യോഗിക സ്പോർട്സ് വെയർ പാർട്ട്ണർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു? അതെ, ഈ വർഷത്തെ IPL 2026-27 ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന IPL ടീമിൻ്റെ ഒഫീഷ്യൽ സ്പോർട്സ് വെയർ പാർട്ട്ണർ എന്ന രീതിയിലാണ് ഹൈവ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഒഫീഷ്യൽ സ്പോർട്സ് വെയർ പാർട്ട്ണർ എന്ന് വെച്ചാൽ ആ ഒരു CSKയുടെ പ്ലെയർ ജേഴ്സീസ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പ്രോഡക്റ്റുകളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവ് എന്നുള്ളൊരു ബ്രാൻഡ് കൂടുതലും എൻഗേജ് ചെയ്യുന്നത് ഫാൻസുമായിട്ടാണ്. അവരുടെ അപ്പാരൽസ്, കാഷ്വൽ ടീഷർട്ട്സ്, ഫാൻ ടീഷർട്ട്സ്, ഓഫ് ഷോൾഡർ ടീഷർട്ട്സ്, ബാഗ്സ്, ബോട്ടിൽസ്, ഡ്രിങ്കിങ് സൊല്യൂഷൻസ്, അങ്ങനെ അത്തരത്തിലുള്ള എൻറ്റയർ മെർച്ചൻഡൈസ് ഫാൻസിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ബ്രാൻഡാണ്. ഈ ഹൈവ് പോലൊരു തദ്ദേശീയ ബ്രാൻഡ് എന്തുകൊണ്ടായിരിക്കും അവർ തിരഞ്ഞെടുക്കാനൊരു കാരണമായിട്ട് താങ്കൾ കരുതുന്നത്? ഹൈവ് എന്ന ബ്രാൻഡ് തുടങ്ങുന്നത് 2023 2023 ശേഷം നമ്മൾ പ്രധാനമായും ശ്രദ്ധ കൊടുത്തത് ഓൺലൈൻ സ്പേസിൽ ഇന്ത്യ ഒട്ടാകെ നമ്മുടെ കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റുകൾ എത്തിക്കുക എന്നുള്ളതിലായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല പ്രധാനപ്പെട്ട കമ്പനികളുമായി അതോട് ചേർന്ന് വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇന്ത്യൻ നേവിയായി ചേർന്ന് നമ്മൾ കുറേ വർക്ക് ചെയ്തു. മിനർവ അക്കാഡമി പോലെ, ടാറ്റ പോലെയുള്ള ബ്രാൻഡ്സുമായി ഹൈവിന് ചേർന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചു. അത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പുകളാണ് ഹൈവ് എന്ന ബ്രാൻഡിനെ ഒരു നാഷണൽ സ്പേസിൽ എത്തിച്ചത്. അത്തരം പാർട്ട്ണർഷിപ്സിലൂടെ നമ്മൾ എക്സ്ട്രാ പാർട്ട്നേഴ്സ് CSK പോലെയുള്ള IPL ടീമുകളുടെ ശ്രദ്ധയിൽ വരികയും അവർ നമ്മുടെ ചില പ്രോഡക്റ്റുകൾ ട്രൈ ഔട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം അവരുടെ ഫാൻസിന് വേണ്ടി ഒരു റേഞ്ച് ഉണ്ടാക്കാനായി നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. ഒരു എല്ലാ വലിയ യാത്രകളും തുടങ്ങുന്നത് ഒരു ചെറിയ സ്റ്റെപ്പിലാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ടെക്നോ പാർക്കിലെ വളരെ ഹംബിളായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന രീതിയിൽ നിൽക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഹൈവ് എന്ന ബ്രാൻഡ്, നമ്മുടെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 2018 കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ 2 സീറ്റ് ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ പോളിസി വെച്ച് നമുക്ക് കിട്ടുകയും അതോട് ചേർന്ന് തന്നെ നമ്മൾ കിൻഫ്ര പാർക്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയ ഏരിയയിൽ ആണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഒരു സ്പോർട്സ് ജേഴ്സി ഷോപ്പ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് കോവിഡ് വന്നു. കോവിഡിന് ശേഷം നമ്മുടെ ബിസിനസ്സിനെ വളർത്താനായി ഓൺലൈനിലൂടെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഹൈവ് എന്ന ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ രീതിയിൽ നിന്ന് പടിപടിയായി നമ്മളിപ്പോൾ കിൻഫ്രയിൽ ഒരു 17,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫുൾ ഫങ്ഷണൽ ഫെസിലിറ്റി ഉണ്ട്. 2 പേരിൽ നിന്ന് തുടങ്ങിയ സംരംഭം ഇന്ന് നമ്മളൊരു ടീം ഓഫ് 180 ആൾക്കാരാണ്, 180 പേരോളം. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്വപ്നം ഒന്ന് തന്നെ ഒരു നാഷണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക എന്നത്. ജേഴ്സി, പോളോ, അല്ലെ അക്സസറീസ് എന്നിവയിലൂടെയാണ് നിങ്ങൾ ഒരു ഫാൻ മർച്ചൻഡൈസ് മേഖലയിലോട്ട് വരുന്നത്. അവിടുന്ന് ഈ പെർഫോമൻസ് ജേഴ്സികളും ഫാൻ ജേഴ്സികളും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ബ്രാൻഡിൻ്റെ അടിസ്ഥാനം എന്നും ഒന്ന് തന്നെയായിരുന്നു. അതായത് ഇന്ത്യൻ സ്പോർട്സിനും ഇന്ത്യൻ കസ്റ്റമറിനും വേണ്ടിയുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഒരു സ്പോർട്സ് വെയർ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലക്ഷ്യം പല പല സ്പോർട്സിന്, സൈക്ലിംഗ്, റണ്ണിങ്, ക്രിക്കറ്റ് തുടങ്ങി ഇന്ത്യയിൽ ആക്റ്റീവായി ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്പോർട്സിന് വേണ്ടിയുള്ള അപ്പാരൽസും ആക്സസറീസും ഡെവലപ്പ് ചെയ്യുക എന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ അതേപോലെ കോപ്പി ചെയ്യുക എന്നുള്ളതല്ല. ഇന്ത്യൻ ക്ലൈമറ്റ് വ്യത്യസ്തമാണ്, ഇന്ത്യൻ സ്പോർട്സ് വ്യത്യസ്തമാണ്, ഇന്ത്യൻസ് കളിക്കുന്ന രീതികളും വ്യത്യാസമാണ്. അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ഫണ്ടമെൻ്റൽ തന്നെ. അതുകൊണ്ട് തന്നെ ഫാൻ എക്സ്പീരിയൻസസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഒരു IPL ടീമിന് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ അടിസ്ഥാനം അതുതന്നെയാണ്. ആ ഒരു
കൾച്ചറിന് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള ഒരു ഹബ്ബ് എങ്ങനെയാകാം, അവരുടെ കൾച്ചറൽ ഹബ്ബ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതായിരുന്നു ശ്രദ്ധ. അപ്പോൾ നമ്മുടെ ഓരോ പ്രോഡക്റ്റിൻ്റെ പേരിലും ആ പ്രോഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക്കിലും എല്ലാത്തിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് അവരുടെ ഫാൻസിന് വേണ്ടി, ആ ടീമിൻ്റെ ഫാൻസിന് വേണ്ടി, അതിനുവേണ്ടി എന്ത് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് തന്നെയായിരുന്നു. താങ്കൾ ഈ പൊതുവേ ഈ റെസിലിയൻ്റ് എനർജിയെക്കുറിച്ച് വളരെ വാചാലനാകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഏരിയയെക്കുറിച്ച് താങ്കൾ വളരെ ശ്രദ്ധിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലും മാർക്കറ്റിങ്ങിലും ഒക്കെ ഈ കൺസെപ്റ്റ് എങ്ങനെയാണ് വർക്കാവുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് എപ്പോഴും അതിൻ്റെ അടിസ്ഥാനം ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെന്നൈയുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ പ്രോഡക്റ്റിൽ എപ്പോഴും ഒരു കൾച്ചർ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ചെന്നൈയുടെ ലയൺ ആകാം, ചിലപ്പോൾ അതിലെ പ്രിൻ്റ് ആകാം, ചിലപ്പോൾ MS ധോണി എന്ന തലാ 7 എന്ന ഒരു പ്രിൻ്റ് ആകാം. ഇപ്പോൾ നമ്മൾ അതിലെ മാർക്കറ്റിങ്ങിലും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലും എപ്പോഴും ഒരേ ശ്രദ്ധ എന്നത് ആ ഒരു കൾച്ചർ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ്. അത് വെച്ച് തന്നെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഇനിഷ്യേഷൻസ് ചെയ്യുന്നത്. എന്താണ് IPL തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരാധകരുടെയും ഉപഭോക്താക്കളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? വളരെ നല്ല പ്രതികരണമാണ്. എസ്പെഷ്യലി ചെന്നൈ സൂപ്പർ കിങ്സ് എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫോളോ ചെയ്യപ്പെടുന്ന ഒരു സ്പോർട്സ് ടീമാണ്. 22 മില്യണിൽ കൂടുതൽ ആരാധകർ ഫോളോ ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ഫോളോ ചെയ്യുന്ന ഒരു IPL ടീമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു യുവ സംരംഭമായി ഈ ഒരു മേഖലയിൽ വരുമ്പോൾ അത്രയധികം ആൾക്കാരിലേക്കും അതിൽ കൂടുതലും നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം പ്രോഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യാമെന്ന വസ്തുത എല്ലാവർക്കും മനസ്സിലാവാനും സാധിക്കുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഒരു യുണീക്നെസ് എപ്പോഴും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആലോചിക്കുന്നു എന്നത്. ഈ നമുക്ക് ഡിസൈൻ ബ്രാൻഡ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ആഗോള ബ്രാൻഡുകൾ നമുക്ക് ലഭ്യമാണ്, അതുപോലെ തന്നെ ആൾറെഡി ഉള്ള ഇന്ത്യൻ ബ്രാൻഡുകളും. അപ്പോൾ ഇവയിൽ നിന്നെല്ലാം കൺസെപ്റ്റ് കൊണ്ടും ഡിസൈൻ കൊണ്ടും എവിടെയാണ് ഹൈവ് വ്യത്യസ്തമാകുന്നതെന്ന് വിചാരിക്കുന്നത്? പ്രധാനമായി ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ശ്രദ്ധ അതേസമയം കുറച്ച് വ്യത്യാസമാണ്. ഈ അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്ക് അത്രയും ലാർജ് വോള്യൂമിലാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ശ്രദ്ധ അത്രയും വലിയ വോള്യൂം ഉണ്ടാക്കാനല്ല, ഇന്ത്യൻ കൺസ്യൂമറിന് ആവശ്യമുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫീച്ചേഴ്സ് പ്രോഡക്റ്റിൽ കൊണ്ടുവരിക, മാത്രമല്ല സ്റ്റൈൽ വിത്ത് പെർഫോമൻസ്. അതായത് വളരെ സോളിഡ് ആയിട്ടുള്ള ബ്ലാക്ക് കളറും നേവി ബ്ലൂവും മാത്രമല്ലാതെ നമ്മുടെ ഈ പുതിയ മാറുന്ന ജനറേഷൻസിന് ആവശ്യമുള്ള രീതിയിലുള്ള ഡിസൈൻസ്, കളേഴ്സ്, പ്രിൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായി സ്പോർട്സ് വെയർ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഈവൻ ഓഫീസിൽ പോകാൻ പോലും ആൾക്കാർ വളരെയധികം കാഷ്വലായ പ്രോഡക്റ്റ്സാണ് ഉപയോഗിക്കുന്നത്. അതിനോട് ചേർന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിൻറ്റ്സും ഡിസൈൻസുമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സൈസസിലും ഡിസൈൻസിലും അതുപോലെ ഫീച്ചേഴ്സിലുമുള്ള വ്യത്യാസങ്ങളാണ് ഹൈവ് എന്ന ബ്രാൻഡിന് ബാക്കി ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് എന്നുള്ള വ്യത്യാസം. മൊത്തത്തിൽ ഒരു വലിയ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം താങ്കളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ള ഇന്ത്യയിലെ ഇത്രയും വലിയ ഒരു ഫാൻ മെർച്ചൻഡൈസ് സമ്പദ് വ്യവസ്ഥകളിൽ ഹൈവ് എവിടെ നിൽക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്? നമ്മൾ ഫാൻ മെർച്ചൻഡൈസ് പറയുമ്പോഴും ബ്രോഡ്ലി നമുക്ക് ശ്രദ്ധ കൊടുക്കുന്നത് സ്പോർട്സ് വെയർ ആൻഡ് ആക്സസറീസ് എന്ന 20,000 കോടിയിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒരുപാട് ഇന്ത്യൻ ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട്. നമ്മളതിൽ ഏർലി സ്റ്റെപ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു കൊളാബറേഷൻ CSK ആയിട്ടുള്ള വർക്ക് കൂടി നാഷണൽ സ്പേസിലേക്ക് നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു റീജിയണൽ ബ്രാൻഡിനെ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് മുന്നോട്ട് ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാഷണലി അതുപോലെ തന്നെ ഇൻ്റർനാഷണലി ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ വികസിക്കണം എന്നത് തന്നെയാണ് നമ്മുടെ സ്വപ്നം. ഈ സോഷ്യൽ മീഡിയ ഇന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന സജഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒക്കെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ മെർച്ചൻഡൈസിനെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. ഈ പ്രാവശ്യം കൂടി ഇപ്പോഴും ഇന്ത്യൻ കസ്റ്റമറിന് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണല്ലോ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ R&D ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കസ്റ്റമർ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുക എന്നത്. അപ്പോൾ ഫാൻ മെർച്ചൻഡൈസിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്പോർട്സ് വെയറിന് വേണ്ടിയും ഓരോ കസ്റ്റമറിൻ്റെയും ഫീഡ്ബാക്ക് എടുക്കാറുള്ളത് പതിവാണ്. ഇക്കുറി CSK ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ നമുക്ക് വളരെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. എസ്പെഷ്യലി ഇതിന് മുന്നത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കാറ്റഗറീസ് പ്രോഡക്റ്റുകൾ SKUs ലോഞ്ച് ചെയ്തത് നമ്മുടെ ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ CSKയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു ഇമെയിൽ അപ്രീസിയേഷൻ കൂടി വരികയുണ്ടായി. അപ്പോൾ അവരുടെ ഫാൻ എൻഗേജ്മെൻറ്റിന് വേണ്ടി ഇവിടെ നിന്നൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ടും ഈ സീസൺ മുഴുവനും അവരുടെ ഫാൻസിന് വേണ്ടി നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ ആണ് നമ്മുടെ പരിശ്രമം. ഞങ്ങൾ നേരത്തെ പറഞ്ഞു കിൻഫ്ര എന്നുള്ള വളരെ ഹമ്പിളായിട്ടുള്ള സ്റ്റാർട്ടിൽ നിന്ന് ഇപ്പോൾ IPL വലിയൊരു IPL ടീമുമായിട്ട് ഒരു ടൈപ്പിൽ നിൽക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു ഓപ്പറേഷണൽ സ്കെയിലിംഗ് ഉണ്ട്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്?
ഇവിടെയാണ് നമുക്ക് പടിപടിയായുള്ള ഒരു മുന്നേറ്റം നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ 2018 മുതൽ പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ പോയത്. വളരെ ചെറിയ രീതിയിൽ നിന്ന് മുകളിലോട്ട് വളരുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കിൻഫ്രയിലുള്ള നമ്മുടെ ഫാക്ടറിയിൽ നമ്മളുടെ പ്രൊഡക്ട്സിൽ തന്നെ ട്രെയിൻ ചെയ്ത് ഇൻറ്റേർണലായി സോഫ്റ്റ്വെയർ ഡ്രിവൺ ആയിട്ടുള്ള ടെക് ഡ്രിവൺ ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് നമുക്ക് ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഓൺ മാനുഫാക്ചറിങ് മറ്റ് ഇന്ത്യൻ ബ്രാൻഡുകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നു. മറ്റ് ഇന്ത്യൻ ബ്രാൻഡുകൾ എസ്പെഷ്യലി കൂടുതലും ചൈനയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ വെച്ച് നമ്മൾ തന്നെയാണ് നമ്മുടെ ഫാക്ടറിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഒരു 20-25 ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ നമുക്ക് 7 ദിവസത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു ഫാസ്റ്റ് ടേൺ അറൗണ്ട് ടൈമാണ് ഈ ഇത്രയും വലിയൊരു ഓപ്പറേഷണൽ റിക്വയർമെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിനകത്ത് പല ഘട്ടങ്ങളുണ്ടല്ലോ. പല ഘട്ടങ്ങളിൽ ഏതാണ്ട് മുഴുവൻ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. അതെങ്ങനെ ഒരുപാട് സഹായിക്കും? കാരണം ഫ്രം ഡിസൈൻ ടു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിൻ്റെ ഏതാണ്ട് മുഴുവൻ പ്രവൃത്തികളും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? അപ്പോൾ ഒരു ഗാർമെൻ്റ് ആയിക്കോട്ടെ, അതുപോലെ ആക്സസറി ആയിക്കോട്ടെ, ഏതൊരു പ്രോഡക്റ്റിനും പല സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇതിനെയെല്ലാം ഒരേ രീതിയിൽ സിങ്ക്രണൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ആവശ്യമുള്ളത്. നമ്മളത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി ചെയ്യാൻ ശ്രമിക്കുന്നത് ഇൻറ്റേർണലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വഴിയാണ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്ങിന് വേണ്ടി നമ്മളായി ഡെവലപ്പ് ചെയ്ത ഒരു ലാറ എന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ പ്രൊഡക്ഷനെ ഫുള്ളായി ഡിസൈൻ തൊട്ട് ഫൈനൽ ഔട്ട്പുട്ട് വരെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഡിമാൻഡ് അനുസരിച്ച് എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യണമെന്നും മുന്നോട്ട് എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണമെന്നും എല്ലാം സംഭവിക്കുന്ന ആ സോഫ്റ്റ്വെയർ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബേസിസിലാണ്. ഇപ്പോൾ എന്താണ് പുതിയൊരു ടീമുമായിട്ട് ടൈപ്പ് വന്നു, അതുപോലത്തെ ടീമുകളുമായോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസികളോ ഒക്കെ ആയിട്ട് കൂടുതൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ഈ സീസണിൽ ഇല്ല. പക്ഷേ ഇതിന് മുമ്പ്, ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് മൾട്ടിപ്പിൾ IPL ടീംസുമായി ഡിസ്കഷനിലുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ എപ്പോഴും വലിയൊരു സ്വപ്നമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് പോലെയുള്ള ഏറ്റവും ലെഗസിയുള്ള ഒരു ക്ലബിനോട് ചേർന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇക്കുറി അത് സാധിച്ചു. മുന്നോട്ടും ഈവൻ നമ്മുടെ ഒരു നാഷണൽ സ്പോർട്സ് വെയർ എന്ന ഒരു ബ്രാൻഡെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സ്വപ്നത്തിൽ തീർച്ചയായും മുന്നോട്ടും കൂടുതൽ IPL ടീമുകളുമായി സഹകരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഈ പ്രോഡക്റ്റ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഈ മേഖലയിൽ എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്? അതിനെ ഹൈവ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മേഖല പോലെയും എസ്പെഷ്യലി ഇൻ്റർനാഷണലായ ബ്രാൻഡുകളുമായി നമ്മൾ കമ്പീറ്റ് ചെയ്യുമ്പോൾ 2 ഘടകങ്ങളിലാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എപ്പോഴും എത്തുമ്പോൾ ഉള്ളത്. ഒന്ന് പ്രോഡക്റ്റ് ഇന്നൊവേഷൻ, 2 വാല്യൂ ഫോർ മണി. ഹൈവ് എന്ന ബ്രാൻഡിൽ നമ്മളെപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നത് ചീപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് അല്ല, ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷേ ആ കൊടുക്കുന്ന വിലയ്ക്ക് ഏറ്റവും കൂടുതൽ മൂല്യം ലഭിക്കുന്ന പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മൂല്യം എന്നത് ഉദാഹരണത്തിന് നമ്മൾ സൈക്ലിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു പോക്കറ്റ് ഉണ്ടെങ്കിൽ ആ പോക്കറ്റിൻ്റെ ഡെപ്ത് വരെ നമ്മൾ ചെയ്യുന്നത് സൈക്ലിസ്റ്റുകളുമായി നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്ത് ഇന്ത്യൻ റോഡ്സിൽ അത് ഉപയോഗിച്ച് എത്രമാത്രം നമ്മുടെ മൊബൈൽസിൻ്റെ സൈസസ് അനുസരിച്ച് അതിൻ്റെ ഡെപ്ത് അനുസരിച്ച് നമ്മുടെ നാട്ടിൽ കുറച്ച് ഹംസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സൈക്ലിങ്ങിൽ അത്ര ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പോക്കറ്റ് ഡെപ്ത്, ആൻറ്റി തെഫ്റ്റ് പോക്കറ്റ്സ് നമ്മുടെ റോഡുകളിൽ, അതേപോലെ വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള റിഫ്ലക്റ്റേഴ്സ് സേഫ്റ്റിക്ക് വേണ്ടി. സോ കസ്റ്റമറിൻ്റെ ആവശ്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നതാണ് ഹൈവ് എന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ഇന്നൊവേഷൻ്റെ അടിസ്ഥാനം. അവരുടെ സെക്യൂരിറ്റി, അവരുടെ കംഫർട്ട് ആൻഡ് ദെൻ അവർക്ക് ആ ഒരു കംഫർട്ടിന് കൊടുക്കാൻ സാധിക്കുന്ന വില, ഈ 3 കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്പോർട്സ്, ഫിറ്റ്നസ് വെയറബിൾസ് അല്ലെങ്കിൽ യൂത്ത് ഫാഷൻ തുടങ്ങി അങ്ങനെ ഒരുപാട് മേഖല ഇതുമായി ബന്ധപ്പെട്ട് തൊട്ട് ചേർന്ന് തന്നെ കിടപ്പുണ്ട്. ഹൈവ് അങ്ങോട്ടേക്ക് എങ്ങനെയും എക്സ്പാൻഡ് ചെയ്യാനുള്ള ആലോചനകൾ? ഹൈവിൻ്റെ എക്സ്പാൻഷൻ എന്നത് മൾട്ടിപ്പിൾ സ്പോർട്സിലേക്ക് എന്നുള്ളതാണ്. 2 രീതിയിലാണ് നമുക്ക് ബ്രാൻഡ് എക്സ്പാൻഷൻ ഉള്ളത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ 4 സ്പോർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതിലെ മൾട്ടിപ്പിൾ സ്പോർട്സിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നതൊന്ന്. 2, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയ സ്പോർട്സിൽ തന്നെ കൂടുതൽ പ്രോഡക്റ്റുകൾ. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും അടിസ്ഥാനപരമായി ചിന്തിക്കുന്നത് കുറേ പ്രോഡക്റ്റ് ഇറക്കാനായി മാത്രം പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാതിരിക്കുക, മാർക്കറ്റിൻ്റെ ആവശ്യങ്ങളെയും അതിനനുസരിച്ച് നല്ലൊരു പ്രോഡക്റ്റും ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നെങ്കിലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ആ പ്രോഡക്റ്റുമായി പോകാറ്. ഈ രാകേഷ് രാജീവ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ബിരുദധാരി എങ്ങനെയാണ് ഈ സ്പോർട്സിലോട്ട് എടുത്തു ചാടാമെന്ന് വിചാരിക്കുന്നത്? ഞാൻ MBA കഴിഞ്ഞിരുന്നു. ഞാൻ IIM അഹമ്മദാബാദിൽ നിന്ന് MBAക്ക് ശേഷം
ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ബോംബെയിൽ. അപ്പോഴാണ് ഒരു സ്വന്തമായൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹം വരുന്നത്. സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് എനിക്കെപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഫീൽഡാണ് സ്പോർട്സ്. സോ സ്പോർട്സിലേക്ക് വരാനുള്ള കാരണം എൻ്റെ മദറാണ്. എൻ്റെ മദർ ഒരു പഴയ അത്ലീറ്റാണ്. കേരളത്തിൽ നിന്ന് PT ഉഷയുടെ കൂടെയൊക്കെ 400 റിലേ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു അത്ലീറ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മദറും ഫാമിലിയിലുള്ള ഒരുപാട് പേരും വളരെ ആക്റ്റീവായി സ്പോർട്സിലുള്ളവരാണ്. ചെറുപ്പം മുതൽ തന്നെ അതുകൊണ്ട് സ്പോർട്സ് ആൾക്കാരുമായി ചേർന്ന് വർക്ക് ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യണം എന്നതായിരുന്നു ആഗ്രഹം. പിന്നെ പ്രോഡക്റ്റ് ആയിരുന്നു ഇഷ്ടം സോഫ്റ്റ്വെയറേക്കാൾ കൂടുതൽ. അതുകൊണ്ട് പ്രോഡക്റ്റ് പ്ലസ് സ്പോർട്സ് എന്ന ചിന്തയിലാണ് അപ്പാരൽ ആൻഡ് ആക്സസറീസ് എന്ന തോട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നാട്ടിൽ നിന്നുള്ള നമ്മുടെ നാടിന് വേണ്ടിയുള്ള പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക എന്ന ആശയം മനസ്സിനോട് ചേർന്ന് നിന്നതുകൊണ്ട് ഹൈവ് എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ കേട്ടിരിക്കുന്ന പല ആൾക്കാർക്കെങ്കിലും ഒരു തോന്നലുണ്ടാവാം, ഈ ഇടുന്ന കുപ്പായത്തിന് ഇത്രയൊക്കെ ശ്രദ്ധ വേണ്ടതുണ്ടോ എന്ന് തോന്നുന്നുണ്ടാകും. എന്തായിരിക്കും അവരോട് പറയാനുള്ളത്? ഇപ്പോൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരാണ്, എസ്പെഷ്യലി സ്പോർട്സിൽ. നമ്മളൊരു പക്ഷേ വീട്ടിലിടുന്ന ഉടുപ്പ് പോലെ അല്ലല്ലോ ഒരു സ്പോർട്സിൽ. ഒരു കായിക പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ആ ഒരു കുപ്പായം നമ്മുടെ ആ ഒരു കാര്യത്തിനെ സഹായിക്കണം, അല്ലേ? റെസ്ട്രിക്റ്റീവ് ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രോഡക്റ്റ്, ഒരു ഉടുപ്പായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്നൊരു തൊപ്പിയാകാം, എന്ത് ആക്സസറി ആകാം, നമ്മൾ ആ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നതാകണം, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാകരുത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് റിലേറ്റഡ് അപ്പാരൽ തീർച്ചയായും ഫീച്ചേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. നമ്മൾ വളരെ ലളിതമായി തുടങ്ങി അധിക നാൾ ആകുന്നതിന് മുമ്പ് തന്നെ കോവിഡ് വന്നു. അപ്പോൾ ആ സമയത്തുള്ളൊരു പീരീഡ് എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? നമ്മൾ തുടങ്ങി 2 വർഷം ആയപ്പോഴേക്കാണ് കോവിഡ് വരുന്നത്. അത് വളരെ ചലഞ്ചിങ് ആയ ഒരു സമയമായിരുന്നു. പക്ഷെ അവിടെയും നമുക്ക് സഹായമായത് പെട്ടെന്നുള്ളൊരു അബ്രപ്റ്റ് സ്കെയിലിംഗ് ആയിരുന്നില്ല ഹൈവ് തുടങ്ങുമ്പോഴും നമ്മുടെ ചിന്ത. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഡെപ്റ്റോ അല്ലെങ്കിൽ ഇക്വിറ്റി ഡൈല്യൂഷനോ ഒന്നും ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിസിനസ് 2 പേരിൽ നിന്ന് തുടങ്ങി 10 പേരായി. ആ 20 പേരെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിസിനസ് ഉള്ളപ്പോഴാണ് നമുക്ക് കോവിഡ് വരുന്നത്. അന്നും വളരെ ചെറിയ ടീമായിരുന്നു. ആ സമയത്തെ ടീമിനെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിച്ചു. മാത്രമല്ല ആ സമയത്ത് നമ്മൾ മാസ്ക് പോലെയുള്ള പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്തു. സോ ആ സാഹചര്യത്തിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള പ്രോഡക്ട്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു മനസ്സിൽ എപ്പോഴുമുള്ള തോട്ട്. ഹൈവ് എന്ന ബ്രാൻഡ് ഒരു പ്രോഡക്റ്റിൽ കുറച്ച് ഇന്നോവേറ്റ് ചെയ്യുന്ന ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും ആ സാഹചര്യത്തിന് വേണ്ടിയുള്ള പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യാൻ സാധിക്കണം എന്നതായിരുന്നു. അതായിരുന്നു അന്ന് നമ്മളെ നിലനിർത്തിയത്. ഇതിനു മുന്നേ 2019 സന്തോഷ് ട്രോഫി, പിന്നെ നാഷണൽ ഗെയിംസിനുള്ള കേരള ടീമിൻ്റെ ജേഴ്സി, പിന്നെ ഇന്ത്യൻ നേവിയുടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല കോർപ്പറേറ്റുകളുടെയും ജേഴ്സികൾ, ആക്സസറീസും ഒക്കെ ചെയ്തു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഒരു പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ എത്തണം, അങ്ങനെ ഒരു ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഇന്നും എൻ്റെ മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാവരുടെയും ഒരേപോലെയുള്ള സ്വപ്നം എന്നത് ഒരു നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആകുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നതും അതിനുവേണ്ടിയാണ്. ഇതുവരെയും ഇനി മുന്നോട്ടും ആ പരിശ്രമം തുടരുന്നതും നാഷണലൈസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യക്ക് പ്രൗഡായി കാണിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡായി വളരുക എന്നതാണ് ആഗ്രഹം. നമുക്ക് പരിചയമില്ലാത്ത ഒരു മേഖലയിൽ, അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ നിന്ന് അത്ര പരിചിതമല്ലാത്ത ഒരു മേഖലയിൽ താങ്കൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ളൊരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? ഇത് എസ്പെഷ്യലി ഞാൻ MBAക്ക് ശേഷം വളരെ നല്ല സാലറി ഉള്ളൊരു ജോലിയിൽ നിന്ന് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും പാരൻസിന് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. എൻ്റെ സഹോദരനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എപ്പോഴും തന്നിട്ടുള്ളത്. മൂത്ത സഹോദരനാണ്. അദ്ദേഹം ഡോക്ടറാണ്, ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ രാഹുൽ രാജീവ്. അദ്ദേഹമാണ് എന്നും എനിക്ക് ഒരു വഴികാട്ടിയായി നിന്നിട്ടുള്ളത്. അദ്ദേഹം വളരെ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. IIMൽ നിന്ന് MBA പഠിക്കാൻ മിടുക്കനാവില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല, എന്നാലും എന്നിലും ഞാൻ അദ്ദേഹത്തെ കണ്ടാണ് പഠിച്ചിട്ടുള്ളതെല്ലാം. ഇത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കുമ്പോഴും എനിക്കതിന് വേണ്ടിയുള്ള ഒരു ശക്തി തന്നത് സഹോദരനാണ്. എൻ്റെ പേരൻസിന് ഏറ്റവും കൂടുതൽ അതിനുള്ളൊരു കോൺഫിഡൻസ് കൊടുത്തതും എൻ്റെ ബ്രദർ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും പേരൻസും എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ കല്യാണം കഴിക്കുന്നതും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എപ്പോഴും വൈഫും കുടുംബത്തിൻ്റെ ഒരു സഹകരണം വളരെ പ്രധാനമാണ്. അദ്ദേഹം ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള ആളാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഈ സ്പോർട്സിലും വിനോദത്തിലും ഈ ഒരു ഹൈ പ്രൊഫൈൽ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന, അതുപോലെ സ്റ്റാർട്ടപ്പുകളൊക്കെ ആഗ്രഹങ്ങളുമായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് എന്താണ് പറയാൻ? അല്ല, ഞാൻ അങ്ങനെ വളരെയധികം ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലുള്ള ആളല്ലെങ്കിലും ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവരോടും പറയുന്നത്
എല്ലാവരും പറയുന്നത് പോലെ വളരെ പെർസിസ്റ്റൻ്റ് ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോവിഡ് സമയത്തൊക്കെ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ എപ്പോഴും ചെറിയ താഴ്ചകളുള്ളപ്പോഴാണ് പിറകിലോട്ട് വലിക്കാനുള്ളൊരു ഇത് വരുന്നത്. പെർസിസ്റ്റൻ്റ് ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു ബ്രാൻഡ് നിർമ്മിക്കുന്നത് മുതൽ പെർഫോമൻസ് വെയറുകളിലും ഫാൻ മർച്ചൻഡൈസിലും എത്തുന്നത് വരെയുള്ള ഒരു ഡിസ്കഷനായിരുന്നു നമ്മൾ ഇപ്പോൾ കഴിഞ്ഞത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ചർച്ച ചെയ്ത ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, വലിയ സ്വപ്നങ്ങൾക്ക് വലിയ മെട്രോപൊളിറ്റൻ നഗരങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്തും വേണമെങ്കിലും ദൃഢനിശ്ചയമുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പെർസിസ്റ്റൻ്റ് ആണ് എങ്കിൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് താങ്കളുടെ കഥയിൽ നിന്ന്, താങ്കളുടെ ഈ യാത്രയിൽ നിന്ന് ഈ നേർമൊഴി മനസ്സിലാക്കുന്നത് എന്നതാണ് പ്രധാന കാര്യം. എന്തായാലും രാകേഷ് രാജീവിനും തുടർന്നുള്ള സംരംഭങ്ങളിലും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. വളരെ നന്ദി. നിങ്ങൾ നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് സംരംഭകനായ രാകേഷ് രാജീവുമായി മനീഷ് MP നടത്തിയ അഭിമുഖം. നേർമൊഴി സമാപിക്കുന്നു.